The first step towards achieving your dreams is having the right coach. Get the best education with learners and make your UPSC, CSE, and KAS dreams come true. Download the app now. നമ്മൾ എൻവയോൺമെന്റ് ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻവയോൺമെന്റ് എന്ന സബ്ജക്റ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ എൻവയോൺമെന്റിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം ആണ് നമ്മൾ നോക്കുന്നത്. എക്കോളജി ആൻഡ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഇതുവരെ എന്താണ് എക്കോസിസ്റ്റം എന്ന് പഠിച്ചു. അതേപോലെ എക്കോസിസ്റ്റത്തിന്റെ ഡിവിഷൻസിനെ പറ്റി പഠിച്ചു. എന്താണ് ബയോട്ടിക് കമ്മ്യൂണിറ്റീസും അബയോട്ടിക് കമ്മ്യൂണിറ്റീസിനെ പറ്റി പഠിച്ചു. ബയോട്ടിക് കമ്മ്യൂണിറ്റീസിന് അബയോട്ടിക് ഫാക്ടേഴ്സിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എക്കോസിസ്റ്റം ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. എക്കോസിസ്റ്റം ഫംഗ്ഷൻസിൽ നമ്മൾ ഒരു ഫംഗ്ഷനായ എനർജി ഫ്ലോയെ പറ്റിയാണ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനർജി ഫ്ലോ മൂന്ന് ടൈപ്പായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്കോളജിക്കൽ പിരമിഡ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? ശങ്കർ പബ്ലിക്കേഷൻസിന്റെ എൻവയോൺമെന്റ് ടെക്സ്റ്റിന്റെ ചാപ്റ്റർ 1-2 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ക്ലാസ് 7 NCERT അവർ എൻവയോൺമെന്റ് നമ്മൾ സബ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നോക്കാം. ആദ്യമേ നമ്മൾ നോക്കുന്നത് എന്താണ്? എക്കോളജിക്കൽ പിരമിഡ്സിനെ പറ്റിയാണ്. നമ്മൾ എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, എന്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞായിരുന്നു. എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്കോസിസ്റ്റം ഫംഗ്ഷൻസ്. എക്കോസിസ്റ്റത്തിന് 3 ഫംഗ്ഷൻസ് ഉണ്ട് മെയിനായിട്ടും. എനർജി ഫ്ലോ, ന്യൂട്രിയന്റ് റീസൈക്ലിംഗ്, അതേപോലെ എക്കോളജിക്കൽ സക്സഷൻ. അതിൽ എനർജി ഫ്ലോയെ പറ്റിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ 3 കാര്യങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, അടുത്തയാണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഫുഡ് ചെയിനും ഫുഡ് വെബും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമ്മൾ എക്കോളജിക്കൽ പിരമിഡ്സിനെ പറ്റിയാണ് ഇത്തവണ പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്താണെന്നുള്ളത്. എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമ്മൾ ഗ്രാഫ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. എന്തിനാണ് ഗ്രാഫിൽ എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽസിലുള്ള ഓർഗാനിസത്തിന്റെ ഇന്ററാക്ഷൻ തന്നെയാണ് നമ്മൾ ഗ്രാഫിൽ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് ട്രോപ്പിക് ലെവലിലുള്ള ഓർഗാനിസത്തിനെ നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഡിഫറെന്റ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ചാൾസ് എൽട്രൺ എന്ന് പറഞ്ഞ എക്കോളജിസ്റ്റ് ആണ് ആദ്യമായിട്ട് എക്കോളജിക്കൽ പിരമിഡ്സ് കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ചാൾസ് എൽട്രൺ എന്ന് പറഞ്ഞ എക്കോളജിസ്റ്റ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. എക്കോളജിക്കൽ പിരമിഡ് നമ്മൾ പറഞ്ഞു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും എക്കോളജിക്കൽ പിരമിഡ്സ് 3 ടൈപ്സ് ഉണ്ട്. 3 ടൈപ്പ് എക്കോളജിക്കൽ പിരമിഡ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ എക്കോളജിക്കൽ പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയും. രണ്ടാമത്തെ എക്കോളജിക്കൽ പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയും. മൂന്നാമത്തെ എക്കോളജിക്കൽ പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയും. ഈ 3 ടൈപ്പ് പിരമിഡ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയാണ്? പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, അതേപോലെ പിരമിഡ് ഓഫ് എനർജി. 3 ടൈപ്പ് പിരമിഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, ബയോമാസ്, അതേപോലെ എനർജി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്താണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിസംസ്, അല്ലെങ്കിൽ എന്താണ് ഓരോ ട്രോപ്പിക് ലെവൽസിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. അത് എവിടം തൊട്ടായിരിക്കും? പ്രൊഡ്യൂസർ. നമ്മളിപ്പോൾ സാധാരണ ഒരു ഫുഡ് ചെയിനിലായാലും ഫുഡ് വെബിലായാലും നമ്മൾ പറഞ്ഞു എവിടെ നിന്നായിരിക്കും എന്ത് തുടങ്ങുന്നത്? ഫുഡ് ചെയിൻ 2 ടൈപ്പ് ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, അതേപോലെ ഡെൻഡ്രൈറ്റിക് ഫുഡ് ചെയിൻ. അതിൽ എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഗ്രീൻ പ്ലാന്റ്സ് നിന്ന്. അതേപോലെ ഡെൻഡ്രൈറ്റിക് ഫുഡ് തുടങ്ങുന്നത് എന്താണ്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സ് എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് നിന്ന് തന്നെ ആയിരിക്കും എന്താണ് ഫുഡ് ചെയിൻ്റെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് പറയാം? ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് തുടങ്ങുന്നതെന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്കോളജിക്കൽ പിരമിഡ്സും എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്? പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും. അതെങ്ങോട്ട് പോകും? ടോപ്പ് കൺസ്യൂമേഴ്സിലും ഡീകമ്പോസേഴ്സിലേക്കും പോണതാണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. എന്താണ് എക്കോളജിക്കൽ പിരമിഡ്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ട്രോപ്പിക് ലെവലിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് എക്കോളജിക്കൽ പിരമിഡ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ട്രോപ്പിക് ലെവൽസ് ആണ് എന്താണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഉണ്ട്. എക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പിരമിഡ് ഓഫ് നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ഓക്കെ, പിരമിഡ് ഓഫ് നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. എന്താണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്? പേരിൽ തന്നെ ഉണ്ട് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്പേഴ്സ് എന്ന് വെച്ചാൽ
ഓരോ ട്രോഫിക് ലെവലിലും എത്രമാത്രം ഓർഗാനിസംസ് ഉണ്ട് അതിൻ്റെ നമ്പർ കറക്റ്റ് പറയുന്ന പേരാണ് എക്കോളജിക്കൽ പിരമിഡ് അല്ലെങ്കിൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയും. എക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ട്രോഫിക് ലെവലിലും എത്രമാത്രം ഓർഗാനിസംസ് ഉണ്ട് അതിന്റെ നമ്പർ കറക്റ്റായിട്ട് പറയുന്ന, അതിന്റെ നമ്പർ നമ്മൾ എന്താണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ എക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്കറിയാം സാധാരണ ഒരു ഗ്രാഫ് പിരമിഡ് വരയ്ക്കുമ്പോഴത്തേക്ക് അപ്രൈറ്റ് ആണ് അല്ലെ. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഈ പിക്ചറിൽ കാണാം. ഇതാണ് എന്താണ് സ്ട്രൈറ്റ് ഗ്രാഫ് അല്ലെങ്കിൽ അപ്രൈറ്റ് ഗ്രാഫ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, ബേസ് വലുതായിരിക്കും, അത് കഴിഞ്ഞ് എന്താണ് ചുരുങ്ങി പോണതിനെയാണ് നമ്മൾ അപ്രൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻവേർട്ടഡ് ഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ബേസ് ചെറുതായിരിക്കും, പിന്നെ വലുതായി പോണതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പിരമിഡ് ഓഫ് നമ്പേഴ്സിൽ 2 ടൈപ്പ് ഗ്രാഫും നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ അപ്രൈറ്റ് ഗ്രാഫും കിട്ടും, അതേപോലെ ഇൻവേർട്ടഡ് ഗ്രാഫും കിട്ടും. അത് എവിടെയാണ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് നമ്പേഴ്സ് മറക്കാത്തൊരു പോയിന്റാണ്. പിരമിഡ് ഓഫ് നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, പിരമിഡ് ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ അതിലെന്ത് കിട്ടും, അപ്രൈറ്റ് ഗ്രാഫും കിട്ടും, അതേപോലെ ഇൻവേർട്ടഡ് ഗ്രാഫും കിട്ടും എന്നുള്ള കാര്യം മറക്കരുത്. നമുക്കിനി ഓരോ എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. പിരമിഡ് ഓഫ് നമ്പേഴ്സ് മനസ്സിലായല്ലോ. എന്താണ് എക്കോസിസ്റ്റത്തില്ല അല്ലെങ്കിൽ ട്രോഫിക് ലെവൽസ് ഇല്ല ഓർഗാനിസത്തിനെ നമ്മൾ നമ്പറിൽ ഗ്രാഫ് പ്രസന്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ ഗ്രാസ് ലാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ആരാണ്, ഗ്രാസസ് ആണ് ഉള്ളത്. ഗ്രാസുകളുള്ള സ്ഥലമാണ് നമ്മൾ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ഗ്രാസസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡ്യൂസേഴ്സ് ആണ് ഗ്രാസസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഗ്രാസ് ആയിരിക്കില്ലേ. നമ്മളിപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് എടുത്ത് നോക്കുന്നു. ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് പുല്ലുകളുള്ള സ്ഥലത്തിനെയാണ് നമ്മുടെ പുൽമേടകളെയാണ് നമ്മൾ എന്താ പറയുന്നത് ഗ്രാസ് ലാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാസ് ലാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാസ് തിന്ന് ജീവിക്കുന്ന ജീവികൾ. എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ, ഇൻസെക്റ്റുകൾ. ഈ ഇൻസെക്റ്റുകളെക്കാൾ കൂടുതൽ എന്തായിരിക്കും, ഗ്രാസസ് ആയിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ ആ സ്ഥലം ഫുള്ളും ഗ്രാസ് ആയിരിക്കും, അതുകൊണ്ടാണ് അതിനെ ഗ്രാസ് ലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രാസസ് ആണ് എന്താണ് പ്രൊഡ്യൂസേഴ്സ്. ഗ്രാസസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ്, അവരതുകൊണ്ട് എന്തായിട്ട് മാറും, പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറും. അപ്പം ഈ ഗ്രാസസിനേക്കാൾ കുറവായിരിക്കും ഇൻസെക്റ്റുകൾ. അപ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് ലൈൻ വരച്ചു, ഗ്രാസസ് കൂടുതൽ, നമ്മൾ ഇത്രയും ആണ് ഗ്രാസസ് ഉള്ളത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്ത ട്രോഫിക് ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് ഹെർബിവോറസ്, ഇൻസെക്റ്റുകൾ, റാബിറ്റുകൾ, അങ്ങനത്തെ ജീവികൾ, അതെന്ന് പറയുന്നത് എന്താണ്, ഗ്രാസുകളുടെ അത്ര ഇല്ല, അതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അടുത്ത എന്താണ്, ഹെർബിവോറസ് കഴിഞ്ഞ് വരുന്നതാണ് കാർണിവോറസ്. എന്ന് വെച്ചാൽ ഹെർബിവോറസിനെ തിന്ന് ജീവിക്കുന്ന ജീവികൾ, എന്ന് വെച്ചാൽ മറ്റുള്ള ജീവികളെ ആഹാരമാക്കുന്ന ജീവികളാണ് കാർണിവോറസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്രോഗ് വേണമെങ്കിൽ നമുക്ക് ഈ എക്കോസിസ്റ്റത്തിൽ കാർണിവോറായിട്ട് പറയാം. കാരണം എന്താണ്, ഫ്രോഗ് ഇൻസെക്റ്റുകളെ തിന്നുന്നുണ്ട്, അല്ലെങ്കിൽ ബേർഡ്സ് ഇൻസെക്റ്റുകളെ തിന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്നേക്കിനെ കൊടുത്തു. സ്നേക്ക് എന്താണ്, ഫ്രോഗിനെ ഇൻസെക്റ്റുകളെ തിന്നുന്ന ജീവിയാണ് സ്നേക്ക് എന്ന് പറയുന്നത്. അതെന്താണ്, കാർണിവോറാണ്. അപ്പൊ ഈ ഫ്രോഗ്, സ്നേക്ക് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, ഇൻസെക്റ്റുകളെക്കാൾ കുറവായിരിക്കും ഫ്രോഗുകളും സ്നേക്കുകളും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്ര നമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് പറയുന്ന 1,00,000 ആണെങ്കിൽ ഇൻസെക്റ്റുകൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, അതിന്റെ ഒരു എന്താണ്, അതിൽ കുറവ് 1,00,000 ആണ് ഏറ്റവും ഗ്രാസുകളുടെ എണ്ണം എന്ന് വെക്കുക. അപ്പൊ ഇൻസെക്റ്റുകൾ എത്രയായിരിക്കും, വെറും 50K വല്ലതും കാണത്തേ ഉള്ളൂ ഇൻസെക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രോഗ് അല്ലെങ്കിൽ സ്നേക്കുകൾ, ഈ ഇൻസെക്റ്റുകളെ തിന്ന് ജീവിക്കുന്ന ജീവികൾ എത്രയായിരിക്കും, 20K കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫ്രോഗും ഇതാണ് നമ്മൾ കാർണിവോർസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പ് കാർണിവോർസിനെ നോക്കാം. ടോപ്പ് കാർണിവോർസ് എന്ന് പറഞ്ഞാൽ കാർണിവോറസിന്റെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ഉള്ള, എന്ന് വെച്ചാൽ കാർണിവോറസിനെ തിന്നുന്ന, നമ്മൾ ഹെർബിവോറസ് കഴിഞ്ഞിട്ട് എന്താണ് കാർണിവോറസ് എന്ന് പറയും. കാർണിവോറസിനെ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാം, കാർണിവോറസും ടോപ്പ് കാർണിവോറും. ടോപ്പ് കാർണിവോർ എന്ന ഫ്രോഗ്, ബേർഡ്സ് ഒക്കെ കാർണിവോറും, അതിനേക്കാളും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർണിവോർ, വലിയ ജീവികൾ, സിംഹം, പുലി, അതേപോലെ കഴുകൻ, അതേപോലെ ഹോക്ക്, ഈഗിള്, ഇതൊക്കെ എന്താണ് ടോപ്പ് കാർണിവോറാണ്. അത് എത്രയായിരിക്കും, അതിലും കുറവായിരിക്കും, വെറും 10K 9K എല്ലാം കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ട്രോഫിക് ലെവലിലും മേലോട്ട് പോകും തോറും എന്താണ് കുറഞ്ഞു വരുന്നു. ഇങ്ങനെയാണ് എക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ് നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് അപ്രൈറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പിക്ചറിൽ കണ്ടല്ലോ, മനസ്സിലായല്ലോ. എങ്ങനെയാണ്, ഏറ്റവും താഴെയായിരിക്കും പ്രൊഡ്യൂസർ, അതായിരിക്കും ആ എക്കോസിസ്റ്റത്തിൽ, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് പ്രൊഡ്യൂസർ. എന്ന് വെച്ചാൽ ഗ്രാസസ് ആണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞ് എന്താണ്, ഗ്രാസിനെ തിന്ന് ജീവിക്കുന്ന ജീവികൾ. ഗ്രാസിനെ തിന്ന് ജീവിക്കുന്ന ഗ്രാസ് ഹോപ്പർ, ഇൻസെക്റ്റുകൾ, അതെന്ന് പറഞ്ഞാൽ ഗ്രാസുകളെക്കാൾ കുറവാണ്.
അപ്പൊ ഇതിനെ തിന്ന് ജീവിക്കുന്ന ഗ്രാസ് ഹോപ്പറിനെ തിന്ന് ജീവിക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ഹോപ്പറിന്റെ എണ്ണത്തെക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, പട്ടിണി കിടന്നതൊക്കെ മരിക്കത്തില്ലേ? അതുകൊണ്ടാണ് ഗ്രാസ് ഹോപ്പറിന്റെ എണ്ണത്തെക്കാൾ കുറവായത് കൊണ്ട് തന്നെ ഫ്രോഗ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇത്രയേ ഉള്ളൂ, കുറവാണ്. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ആയിരിക്കും ഏറ്റവും വലുത്, ഹെർബിവോറസ് അതിനും കുറവ്, കാർണിവോർ അതിലും കുറവ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈഗിള് അല്ലെങ്കിൽ സ്നേക്ക് അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടെ വലിയ കാർണിവോർസ് എന്ന് പറയുന്നത് അതിലും കുറവ്. ഇതിനെയാണ് നമ്മൾ എന്താണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്, അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ പിരമിഡ് ഓഫ് നമ്പേഴ്സ് മനസ്സിലാവും. ഏറ്റവും ബേസിലാണ് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും ടോപ്പിൽ ഏറ്റവും കുറവുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്യുന്നത്. ഈ നമ്പേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു, ഇതെന്ന് പറയുന്ന അപ്രൈറ്റ് പിരമിഡാ. ഇനി നമ്മൾ പിന്നെയും പറയുകയുണ്ടായി ഇൻവേർട്ടഡ് പിരമിഡ്സും ഉണ്ട്. എവിടെയുണ്ട്? പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ ഇൻവേർട്ടഡ് പിരമിഡ്സും ഉണ്ട്. അതെങ്ങനെ ഉണ്ടാവുന്നതും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പാരസൈറ്റുകളുടെ നമ്മളൊരു പിരമിഡ് വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഇൻവേർട്ടഡ് പിരമിഡ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രൊഡ്യൂസർ ഒരു പ്രത്യേക ടൈപ്പ് പ്ലാന്റുകൾ മാത്രമേ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുള്ളൂ, ഒരു എക്കോസിസ്റ്റത്തിൽ കൊടുക്കുള്ളൂ. നമ്മൾ ഒരു പാരസൈറ്റ് എക്കോസിസ്റ്റമാണ് നോക്കുന്നത്. ഇപ്പൊ പാരസൈറ്റ് എക്കോസിസ്റ്റത്തിൽ എന്തായിരിക്കും, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എന്താണ്, ഈ പ്ലാന്റ് തിന്നാലാണ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ വരുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഗ്രാസുകൾ നോക്കുമ്പോഴത്തേക്ക് എത്ര പ്ലാന്റുകളിൽ പാരസൈറ്റ് ഉണ്ടോ ആ പ്ലാന്റുകളെയാണ് നമ്മൾ ഇതിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എക്കോസിസ്റ്റത്തിൽ, പാരസൈറ്റിക് എക്കോസിസ്റ്റത്തിൽ എന്താണ്, പ്രൊഡ്യൂസറിന്റെ എണ്ണം വളരെ കുറവാണ്. എന്ന് വെച്ചാൽ പാരസൈറ്റ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് പ്രൊഡ്യൂസറിന്റെ എണ്ണം വളരെ കുറവാണ്. ഈ പാരസൈറ്റിന്റെ എന്താണ് ചെടിയിലേക്കാൾ കൂടുതൽ എന്തുണ്ട്, ബേർഡ്സ് ഉണ്ട്. അപ്പൊ ഈ ബേർഡ്സ് എന്താണ്, ഹെർബിവോറസ് ആണ്. ഈ ഹെർബിവോറസ് എന്ത് ചെയ്യും, ഈ പ്ലാന്റ്സിനെ തിന്നും. ഈ പ്ലാന്റ്സിനെ തിന്നുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇവർക്ക് ഇൻഫെക്ഷൻ വരും. അപ്പൊ എന്താണ്, പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്താണ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് അത് കുറവാണ്. അതിനേക്കാൾ കൂടുതൽ എന്തുണ്ട്, ഹെർബിവോറസ് ഉണ്ട്. ഈ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബേർഡ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലാന്റുകളെ തിന്നുമ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് പറ്റും, പാരസൈറ്റിക് ഇൻഫെക്ഷൻ വരും. പാരസൈറ്റുകളുടെ പ്രത്യേകത എന്താണ്, പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഹെർബിവോറസ് എന്ന് വെച്ചാൽ പാരസൈറ്റിക് പ്ലാന്റിനെ തിന്നുന്ന ഹെർബിവോറസിനേക്കാൾ കൂടുതൽ എന്തുണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. പാരസൈറ്റിന് അകത്തുള്ളതാണ് ഹൈപ്പർ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഹൈപ്പർ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരസൈറ്റിക് എന്താണ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്താ പറയുന്ന, ഹൈപ്പർ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പാരസൈറ്റിന്റെ അകത്ത് എന്തുണ്ട്, ഹൈപ്പർ പാരസൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പാരസൈറ്റിനെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ അകത്തുള്ളതാണ് ഹൈപ്പർ പാരസൈറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു പാരസൈറ്റിൽ തന്നെ 10, 50, 100 എന്താണ് ഹൈപ്പർ പാരസൈറ്റ്സ് ഉണ്ട്. അതെന്താണ്, മൈക്രോസ്കോപ്പിക് ആണ്. അപ്പൊ എന്താണ് ഈ പാരസൈറ്റിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് പോണത്, ചെറുതിൽ നിന്ന് കൂടുതലിലേക്കാണ് പോണത്. എന്ന് വെച്ചാൽ പ്ലാന്റ്സ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ ക്രോസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് 1, 10 എല്ലാം കാണത്തേ ഉള്ളൂ. പക്ഷെ പ്ലാന്റ്സ് ഹെർബിവോറസ് എത്ര കാണും, 100 കണക്കിന് കാണും. അപ്പൊ ഈ ഹെർബിവോറസിന് എത്ര ഈ ചെടി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര പാരസൈറ്റുകൾ ഉണ്ടാവും, അത് 1000കണക്കിന് പാരസൈറ്റുകൾ കാണും. അതേപോലെ എന്താണ് ഈ ഹൈപ്പർ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ 1,00,000-ൽ കൂടുതൽ ഹൈപ്പർ പാരസൈറ്റും കാണും, മൈക്രോസ്കോപ്പിക് ആയതുകൊണ്ട്. ഈ എക്കോസിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ പിരമിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പിരമിഡ് ഓഫ് നമ്പേഴ്സ്, അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതെന്തെന്ന് പറയുന്ന എക്സാമ്പിൾ എന്താണ്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ് അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പേഴ്സിന് എക്സാമ്പിൾ. പക്ഷേ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പേഴ്സിന് എന്ന് പറയുന്നത് എന്താണ്, പാരസൈറ്റ് എക്കോസിസ്റ്റം ആണ് നമ്മൾ എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ്, എന്താ വെച്ചാൽ പിരമിഡ് ഓഫ് നമ്പേഴ്സിൽ എന്തുണ്ട്, അപ്രൈറ്റ് എക്കോസിസ്റ്റവും ഉണ്ട്, അല്ലെങ്കിൽ അപ്രൈറ്റ് പിരമിഡും ഉണ്ട്, അതേപോലെ ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞു. പിരമിഡ് ഓഫ് നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പിരമിഡ് വരയ്ക്കുന്നത്. എന്താണ്, ഒരു എക്കോസിസ്റ്റത്തിൽ ഡിഫറെന്റ് ട്രോഫിക് ലെവൽസിലുള്ള നമ്പർ ഓഫ് ഓർഗാനിസംസ് വെച്ചാണ് നമ്മൾ എക്കോസിസ്റ്റം വരയ്ക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് പിരമിഡ് അല്ലെങ്കിൽ അപ്രൈറ്റ് പിരമിഡും ഉണ്ട്, അതേപോലെ ഇൻവേർട്ടഡ് പിരമിഡും ഉണ്ട്. ഇൻവേർട്ടഡ് പിരമിഡ് എക്സാമ്പിൾ ആണ് പാരസൈറ്റിക് എക്കോസിസ്റ്റം. അപ്രൈറ്റ് പിരമിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് പിരമിഡ് ഓഫ് ബയോമാസിനെ പറ്റിയാണ്. എന്താണ് ബയോമാസ് എന്ന് പറയുന്നത്? ബയോമാസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താണ്, ഒരു ഓർഗാനിസത്തിന്റെ ഒരു ടൈമിലുള്ള മാസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബയോമാസ് എന്ന് പറയുന്നത്. ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ മാസ് ഓഫ് എൻ ഓർഗാനിസം ഇൻ ട്രോപ്പിക് ലെവൽ. ടോട്ടൽ മാസ് ഓഫ് എൻ ഓർഗാനിസം മറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ. ഒരു ട്രോപ്പിക് ലെവലിൽ ആ ഓർഗാനിസത്തിനുള്ള മാസിനെ പറയുന്ന പേരാണ്
ബയോമാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്കറിയാം എന്താണ് ബയോമാസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ടോട്ടൽ ബയോമാസ്, ഒരു ട്രോപ്പിക് ലെവലിന്റെ ടോട്ടൽ ബയോമാസ് അല്ലെങ്കിൽ ഒരു ട്രോപ്പിക് ലെവലിന്റെ ടോട്ടൽ മാസ് നമ്മൾ നോക്കുന്നതാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ അകത്തും ഉള്ള കാര്യം മറക്കരുത്, പിരമിഡ് ഓഫ് ബയോമാസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തും എന്തുണ്ട്, അപ്രൈറ്റ് പിരമിഡും ഉണ്ട്, അതേപോലെ ഇൻവേർട്ടഡ് പിരമിഡും ഉണ്ട്. എന്ന് വെച്ചാൽ പിരമിഡ് ഓഫ് നമ്പേഴ്സിലും പിരമിഡ് ഓഫ് ബയോമാസിലും അപ്രൈറ്റ് പിരമിഡ്സും ഉണ്ട്, അതേപോലെ അപ്രൈറ്റ് പിരമിഡ്സും ഉണ്ട്, അതേപോലെ ഇൻവേർട്ടഡ് പിരമിഡ്സും ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പേഴ്സിലും അതേപോലെ പിരമിഡ് ഓഫ് ബയോമാസിലും എന്തുണ്ട്, അപ്രൈറ്റ് പിരമിഡ്സും ഉണ്ട്, അതേപോലെ ഇൻവേർട്ടഡ് പിരമിഡ്സും ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. പിരമിഡ് ഓഫ് ബയോമാസിന്റെ കാര്യം. പിരമിഡ് ഓഫ് ബയോമാസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എക്സാമ്പിൾ ഫസ്റ്റ് നമുക്ക് അപ്രൈറ്റ് പിരമിഡ് തന്നെ നോക്കാം. സാധാരണ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. പിരമിഡ് ഓഫ് അപ്രൈറ്റ് പിരമിഡിന്റെ എക്സാമ്പിൾ, ബയോമാസിലെ അപ്രൈറ്റ് പിരമിഡിന്റെ എക്സാമ്പിൾ എടുക്കാനായിട്ട് നമ്മൾ സാധാരണ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എടുത്ത് നോക്കുന്നു. ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഗ്രാസസ്, ഹെർബ്സ്, അവരുടെ ടോട്ടൽ മാസ് എടുത്ത് നമ്മൾ നോക്കുന്നു. ടോട്ടൽ മാസ് എത്രയായിരിക്കും പ്രൊഡ്യൂസേഴ്സിന്റെ എന്ന് വെച്ചാൽ 100,000-ഓളം നമ്പേഴ്സിൽ എന്തുണ്ട്, ഗ്രാസുകളുണ്ട്. അപ്പൊ ഈ ഗ്രാസുകളുടെ ടോട്ടൽ മാസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതായിരിക്കും ഏറ്റവും കൂടുതൽ. 2 ഹെർബിവോറസ്, എക്സാമ്പിൾസ് ഡിയർ, എലിഫന്റ്. ഇപ്പൊ എലിഫന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ ടോട്ടൽ മാസ് നമ്മൾ എടുത്ത് നോക്കുന്നു. ഹെർബിവോറസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഈ ഗ്രാസുകളുടെ ടോട്ടൽ മാസിനേക്കാൾ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഹെർബിവോറസിന്റെ ബയോമാസ് എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ പ്രൊഡ്യൂസേഴ്സിന്റെ അത്ര വരത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത കൺസ്യൂമേഴ്സ് എടുത്ത് നോക്കുന്നു. കൺസ്യൂമേഴ്സ് ലയൺ, ടൈഗർ, അങ്ങനത്തെ കൺസ്യൂമേഴ്സ് അവരായിരിക്കും ഏറ്റവും കുറവ് ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ. അവരെന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ ഹെർബിവോറസിനേക്കാൾ കുറവായിരിക്കും അവരുടെ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിന്റെ മാസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പിരമിഡ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ ബയോമാസ്, പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്രൈറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇൻവേർട്ടഡ് പിരമിഡ്സും ഉണ്ട്. അപ്രൈറ്റ് ബയോമാസ് പിരമിഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്, പ്രൊഡ്യൂസർ, ഹെർബിവോറസ്, കൺസ്യൂമർ, ഇവർ ഓരോ ട്രോഫിക് ലെവലിലെയും നമ്മൾ മാസ് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് വരയ്ക്കുന്നത്. ആ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അപ്രൈറ്റ് പിരമിഡ് നമുക്ക് കിട്ടും. നമുക്കിനി നോക്കേണ്ടത് ഇൻവേർട്ടഡ് പിരമിഡ് ബയോമാസിൽ എങ്ങനെ വരുന്നു എന്നുള്ളത്. ഇൻവേർട്ടഡ് പിരമിഡ് മെയിൻ ആയിട്ടും വരുന്നത്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിലാണ് ഇൻവേർട്ടഡ് പിരമിഡ്സ് വരുന്നത്. അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലാണ് ഇൻവേർട്ടഡ് പിരമിഡ്സ് വരുന്നത്. അത് നമ്മളിപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എക്സാമ്പിൾ, നമ്മൾ മറൈൻ പിരമിഡിൽ അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിന്റെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ ഗ്രീൻ പ്ലാന്റ്സ്. നമുക്കറിയാം ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ് മറൈൻ എക്കോസിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മറൈൻ എക്കോസിസ്റ്റം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ഫൈറ്റോ പ്ലാങ്ക്ടൻ ആണ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടനേക്കാൾ കൂടുതൽ അവിടുത്തെ ഇൻസെക്റ്റുകൾക്ക് മാസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മറൈൻ എക്കോസിസ്റ്റം അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസിന് എന്ന് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടനേക്കാൾ കൂടുതൽ എന്തുണ്ട്, ഇൻസെക്റ്റുകൾ എന്ന് വെച്ചാൽ വാട്ടറിൽ പോകുന്ന സൂ പ്ലാങ്ക്ടൻസ്, അതെന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടനേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഇൻസെക്റ്റുകളുടെ മാസ് ആയിരിക്കും ഫൈറ്റോ പ്ലാങ്ക്ടന്റെ മാസിനേക്കാൾ കൂടുതൽ. ഈ സൂ പ്ലാങ്ക്ടനേക്കാൾ കൂടുതൽ എന്തുണ്ട്, സ്മാൾ ഫിഷസ് ഉണ്ട്. ഓക്കെ, സ്മാൾ ഫിഷസ് എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടനേക്കാൾ കൂടുതൽ ഉണ്ട്. അതേപോലെ തന്നെ കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സീ എന്ന് പറയുന്നതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ഓഷൻ എന്ന് പറയുന്നതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. എന്താണെന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെ ഈ സൂ പ്ലാങ്ക്ടനേക്കാൾ കൂടുതൽ എന്തുണ്ട്, സ്മാൾ ഫിഷുകളുണ്ട്. അവരെ മാസ്, സ്മാൾ ഫിഷുകളുടെ മാസം എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടനേക്കാൾ കൂടുതലാണ്. അതേപോലെ ബിഗ് ഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് സ്മാൾ ഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിനേക്കാൾ മാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പിരമിഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇൻവെർട്ടഡ് പിരമിഡ് ആയിരിക്കും. അക്വാട്ടിക് അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് പിരമിഡ് ആയിരിക്കും. കാരണം നമുക്ക് 2/3 ഓഫ് ദ എർത്തിന്റെ ഓൾ എക്കോസിസ്റ്റം, 2/3 ഓഫ് ദി ഓൾ എർത്ത് എന്ന് പറയുന്നത് വാട്ടറാണ്. അതുകൊണ്ട് തന്നെ 2/3 ഓഫ് ദി എർത്ത് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻ ആണ് ഏറ്റവും കുറവ് മാസ് ഉള്ളത്. ഏറ്റവും സ്ഥലത്ത് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഫൈറ്റോ പ്ലാങ്ക്ടൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, മാസ് വളരെ കുറവാണ്.
അതേപോലെ ഏറ്റവും ബേസിലാണ് ഫൈറ്റോപ്ലാങ്ക്ടൺ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ. അത് കഴിഞ്ഞിട്ടുള്ള ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലിൽ വരും. അതിനേക്കാൾ മാസമുണ്ട് ഈ ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ എന്ന് വെച്ചാൽ സൂപ്ലാങ്ക്ടൺസിനെ തിന്നുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്ന സ്മാൾ ഫിഷ് എന്ന് പറയുന്നത് സൂപ്ലാങ്ക്ടണിനേക്കാൾ മാസമുള്ളതാണ്. അതേപോലെ ബിഗ് ഫിഷ് എന്ന് പറയുന്നത് സ്മാൾ ഫിഷിനേക്കാൾ മാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറൈൻ എക്കോസിസ്റ്റത്തിന്റെ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ട് വരും. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പിരമിഡ് ഓഫ് ബയോമാസും അതേപോലെ പിരമിഡ് ഓഫ് നമ്പേഴ്സിനും എന്തുണ്ട്? പിരമിഡ് ഓഫ് ബയോമാസിനും നമ്പേഴ്സിനും എന്തുണ്ട്? ഇൻവെർട്ടഡും ഉണ്ട്, അതേപോലെ അപ്രൈറ്റ് ഗ്രാഫും ഉണ്ട്, അല്ലെങ്കിൽ അപ്രൈറ്റ് പിരമിഡും ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടേം ആണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്നുള്ളത്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്നുള്ളത് മറക്കരുത്. ഓരോ ട്രോഫിക് ലെവലിലും ഒരു ഓർഗാനിസം അതിനുള്ള മിനിമം എനർജിയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന? മാസ് ആയിട്ട്. ഇപ്പൊ നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, നമുക്ക് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്നാണ് എടുക്കുന്നതെന്ന് വെച്ചോ. പിരമിഡ് ഓഫ് നമ്പേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ട്രോഫിക് ലെവലിൽ ഒരു ഓർഗാനിസത്തിന്റെ മിനിമം നമ്പേഴ്സ് കാണും. അതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പിരമിഡ് ഓഫ് ബയോമാസ് ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. പിരമിഡ് ഓഫ് ബയോമാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഓരോ ട്രോഫിക് ലെവലിലും ഒരു ഓർഗാനിസത്തിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് ബയോമാസ് കാണും. അതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന്. സ്റ്റാൻഡിങ് ക്രോപ്പിന് രണ്ടായിട്ട് നമ്മൾ പറയാറുണ്ട്. എയ്തർ ഇറ്റ് ഈസ് സെർട്ടൺ മാസ്, അല്ലെങ്കിൽ ബയോമാസ് ആയിട്ടും പറയാറുണ്ട്. അതേപോലെ നമ്മൾ എന്ത് പറയാറുണ്ട്? മെറ്റീരിയൽ, നമ്പർ ഓഫ് ലിവിങ് മെറ്റീരിയൽസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്നുള്ളത്. അടുത്ത ഇതിന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി നമുക്ക് നോക്കാനുള്ള വേറൊരു പ്രത്യേക ടേമിനെ പറ്റിയാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്നുള്ളത്. ഓക്കെ, സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓരോ ട്രോഫിക് ലെവൽ എടുക്കുന്നു. ഓക്കെ, ഓരോ ട്രോഫിക് ലെവൽ എടുക്കുമ്പോഴത്തേക്ക് ഈ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസിന് ഉള്ള മിനിമം എമൗണ്ട് ഓഫ് മാസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന്. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് മാസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസം നമ്മൾ എടുക്കുന്നു, ഒരു ട്രോഫിക് ലെവൽ, ഏതെങ്കിലും ട്രോഫിക് ലെവലിലുള്ള ഒരു ഓർഗാനിസം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു സമയം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനൊരു പർട്ടിക്കുലർ മാസ് എപ്പോഴും കാണും. ഓക്കെ, ഒരു പർട്ടിക്കുലർ മാസ് നമുക്ക് എന്താണ്? എല്ലാ ഓർഗാനിസത്തിലും ഒരു പർട്ടിക്കുലർ ടൈം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനർജിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ, ഏതൊരു ഓർഗാനിസത്തിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിന് എന്താണ്? ഒരു മിനിമം എനർജി ഒരു പർട്ടിക്കുലർ ടൈമിൽ കാണും. അതേപോലെ ഏതൊരു ട്രോഫിക് ലെവൽ എടുത്ത് നോക്കിയാലും ഒരു മിനിമം നമ്പർ ഓഫ് ഓർഗാനിസംസ് എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ കാണും. അതേപോലെ ഒരു ഓർഗാനിസം എടുത്ത് നോക്കുമ്പോഴത്തേക്ക്, ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനൊരു മിനിമം എമൗണ്ട് ഓഫ് മാസ് കാണും. ആ മിനിമം മാസിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏത് സമയത്താണെങ്കിലും ഒരു ട്രോഫിക് ലെവലിൽ ഒരു ഓർഗാനിസത്തിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനൊരു മാസ് കാണും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടേം എന്ന് പറയുന്നത് സിമ്പിളാണ്. എന്താണ്? ഏത് ട്രോഫിക് ലെവലിലും ഒരു സെർട്ടൺ മാസ് ആ പർട്ടിക്കുലർ ടൈമിൽ എല്ലാ ഓർഗാനിസത്തിനും കാണും. ഒരു ഓർഗാനിസം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിലൊരു മാസ് കാണും. അതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡിങ് ക്രോപ്പ് നമ്മൾ മെയിൻ ആയിട്ടും എന്താണ് മെഷർ അല്ലെങ്കിൽ അതിന്റെ ടേംസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ബയോമാസിന്റെ ടേംസിലായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ആയിട്ടായിരിക്കും പറയുന്നത്. എന്തിനു വേണമെങ്കിലും നമുക്ക് പറയാം. നമ്പർ ഓഫ് ഓർഗാനിസംസോ ബയോമാസ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡിങ് ക്രോപ്പിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഓർഗാനിസത്തിനുള്ള മാസ് അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ എണ്ണം, അതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. മറക്കരുത്, സ്റ്റാൻഡിങ് ക്രോപ്പ് എന്നുള്ള ടേം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജി.
മറ്റ് പിരമിഡുകളിൽ നിന്നും വ്യത്യാസമാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് പിരമിഡുകളിൽ നിന്ന് വ്യത്യാസമാണ് പിരമിഡ് ഓഫ് എനർജി. കാരണം പിരമിഡ് ഓഫ് എനർജിക്ക് ഇൻവേർട്ടഡ് പിരമിഡ് ഇല്ല. മനസ്സിലായോ? പിരമിഡ് ഓഫ് എനർജിക്ക് എന്താണ്? ഇൻവേർട്ടഡ് പിരമിഡ് ഇല്ല. എന്ന് വെച്ചാൽ പിരമിഡ് ഓഫ് എനർജി ഏത് ഓർഗാനിസത്തിനെടുത്ത് നോക്കിയാലും അപ്രൈറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ താരന്ന് മേളിലോട്ട് അല്ലെങ്കിൽ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് വേറെ ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എനർജി കുറഞ്ഞു തന്നെ പോകും. അല്ലാതെ എനർജി ഒരു സ്ഥലത്തും എന്ത് ചെയ്യുന്നില്ല, താരന്ന് മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുന്ന ഒരു സിറ്റുവേഷൻ ഒരു എക്കോസിസ്റ്റത്തിലോ ഒരു ട്രോപ്പിക് ലെവലിലോ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. അത് മറക്കരുത്. ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് എനർജി ഇല്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിരിക്കണം. എന്താണ് പിരമിഡ് ഓഫ് എനർജി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിരമിഡ് ഓഫ് എനർജി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ എന്താണ് എനർജി ഫ്ലോ കാണിക്കാൻ വേണ്ടി ഒരു പിരമിഡ് എടുത്തായിരുന്നു, പിരമിഡ് ഓഫ് എനർജി എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ. ആ പിരമിഡാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് പ്രൈമറി കൺസ്യൂമറിലേക്ക് എനർജി പോകുമ്പോഴത്തേക്ക് എന്താണ്? 90% എനർജിയും പ്രൊഡ്യൂസർ യൂസ് ചെയ്യും, ഹീറ്റായിട്ട് റിലീസ് ചെയ്യും. ബാക്കി 10% എനർജി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രൈമറി കൺസ്യൂമറിലേക്ക് പോവുള്ളൂ. പ്രൈമറി കൺസ്യൂമർ 10%-ന്റെ 10% എന്ന് വെച്ചാൽ പ്രൈമറി കൺസ്യൂമറിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമറിലേക്ക് പോണത് വെറും 1% ആയിരിക്കും. അതേപോലെ സെക്കൻഡറി കൺസ്യൂമറിൽ നിന്ന് ടെർഷ്യറി കൺസ്യൂമറിലേക്ക് പോണത് വെറും 0.1% ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ് എനർജി ഫ്ലോയുടെ ഇതെന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി പിരമിഡ് അല്ലെങ്കിൽ പിരമിഡ് ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും എന്ത് പറ്റും? എനർജി ലോസ്റ്റ് ഉണ്ടാവും. കാരണം എന്താണ്? ഹീറ്റായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്, അവർക്ക് മെറ്റബോളിക് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യും? ഹീറ്റ് റിലീസ് ചെയ്ത് പോകും. അതിനാണ് നമ്മൾ 10% എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 10%, അപ്രോക്സിമേറ്റ്ലി 10% മാത്രമേ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് രണ്ടാമത്തെ ട്രോഫിക് ലെവലിലേക്ക് പോകുള്ളൂ. എന്ന് വെച്ചാൽ 10% എനർജി മാത്രമേ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് വേറൊരു ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് എന്താണ്? എനർജി പിരമിഡ് എന്ന് പറയുന്നത്. എനർജി പിരമിഡ് ഏത് പിരമിഡാണ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എനർജി പിരമിഡാണ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? എനർജി പിരമിഡിൽ ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും എന്ത് പറ്റും? 10% എനർജി മാത്രമേ റിലീസ് ചെയ്ത് പോകുള്ളൂ. ബാക്കി % ഇവിടെ പോകും ഹീറ്റായിട്ടും അതേപോലെ ഓർഗാനിസത്തിന്റെ സ്വന്തം മെറ്റബോളിക് ഫംഗ്ഷൻസിനും വേണ്ടി പോകും. മനസ്സിലായല്ലോ? അപ്പൊ 3 പിരമിഡ് നമ്മൾ നോക്കി. പിരമിഡ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ആദ്യം നോക്കി. പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇൻവെർട്ടഡും ഉണ്ട്, അതേപോലെ അപ്രൈറ്റും ഉണ്ട്. അതേപോലെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള എന്താണ്? പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇൻവെർട്ടഡും ഉണ്ട്, അതേപോലെ അപ്രൈറ്റും ഉണ്ട്. അതേപോലെ അടുത്ത ബയോമാസിന്റെ അടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തും എന്തുണ്ട്? ഇൻവെർട്ടഡും ഉണ്ട്, അതേപോലെ അപ്രൈറ്റും ഉണ്ട്. പക്ഷെ പിരമിഡ് ഓഫ് എനർജിയുടെ പ്രത്യേകത എന്താണ്? പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇൻവെർട്ടഡ് ഇല്ല, അപ്രൈറ്റ് മാത്രമേ ഉള്ളൂ എപ്പോഴും. അതേപോലെ നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്? സ്റ്റാൻഡിംഗ് ഗ്രോപ്പിനെ പറ്റി നമ്മൾ നോക്കി. എന്താണ് സ്റ്റാൻഡിംഗ് ഗ്രോപ്പ്? സ്റ്റാൻഡിംഗ് ഗ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഏതൊരു സമയത്ത് നമ്മൾ ട്രോപ്പിക് ലെവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിനുള്ള എനർജി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുന്നത്? ബയോമാസ് എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഗാനിസം ഇൻ എ ട്രോഫിക് ലെവൽ, നമ്പർ ഓഫ് ഓർഗാനിസം. സ്റ്റാൻഡിംഗ് ഗ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്തർ ബയോമാസ്, ഒരു ഓർഗാനിസത്തിനുള്ള പർട്ടിക്കുലർ മാസ്, അല്ലെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഓർഗാനിസം മറ്റേ പർട്ടിക്കുലർ ലെവൽ ഓഫ് ട്രോപ്പിക് ലെവലിലുള്ള നമ്പർ ഓഫ് ഓർഗാനിസം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 6 ടൈപ്പ് ഇന്ററാക്ഷനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് എന്താണ്? നമ്മൾ എനർജി ഫ്ലോ എന്നുള്ള സബ്ജക്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ്? എക്കോസിസ്റ്റം ഫങ്ഷൻസിൽ 3 ടൈപ്പ് ഉണ്ട്. അതിൽ എനർജി ഫ്ലോ എന്ന് പറഞ്ഞ സംഭവം ക്ലിയർ ചെയ്തു. എന്തൊക്കെ നമ്മൾ നോക്കി? എന്താണ്? എക്കോളജിക്കൽ പിരമിഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിനു മുമ്പ് നമ്മൾ ഫുഡ് ചെയിൻ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് വെബും നോക്കിയായിരുന്നു. അപ്പോൾ എനർജി ഫ്ലോ നമുക്ക് തീർന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ന്യൂട്രിയൻ്റ് സൈക്ലിങ്ങിനെ പറ്റിയാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം, ബയോട്ടിക് ഇൻട്രാക്ഷൻസ് എന്താണ്? രണ്ട് ജീവികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതാണ് ബയോട്ടിക് ഇൻട്രാക്ഷൻ പറയുന്നത്. നമുക്ക് നോക്കാം ബയോട്ടിക് ഇൻട്രാക്ഷൻസ് എങ്ങനെയാണെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബയോട്ടിക്കും അബയോട്ടിക്കും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിന്റെ കാര്യം നമ്മൾ നോക്കി എക്കോസിസ്റ്റത്തിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ബയോട്ടിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. അതിനാണ് നമ്മൾ ബയോട്ടിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്? 2 ജീവികൾ, ഈ 2 ജീവികളെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഡിഫറെന്റ് സ്പീഷീസിൽ നിന്ന് തന്നെ ആകണമെന്നുണ്ടോ? ഇല്ല.
എന്ന് വെച്ചാൽ ഒരേ സ്പീഷീസിലുള്ള രണ്ട് ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ബയോട്ടിക് ഇൻട്രാക്ഷൻസിൽ വരും. എന്ന് വെച്ചാൽ ബയോട്ടിക് ജീവനുള്ള ഒരു ജീവിയും ജീവനുള്ള വേറൊരു ജീവിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാത്രമാണ് ബയോട്ടിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരേ സ്പീഷീസിൽ നിന്നാവാം, രണ്ട് സ്പീഷീസിൽ നിന്നാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം, അതിനൊന്നും കുഴപ്പമില്ല. 6 ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് ബയോട്ടിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. 6 ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ സ്നേഹത്തോടെ പോണത്. സിംബയോസിസ് എന്ന് നമ്മൾ പറയാറില്ലേ, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. എന്താണ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഓർഗാനിസം എയും ഉണ്ട്, ഓർഗാനിസം ബിയും ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് കാരണം എന്ത് പറ്റും? എക്കും പോസിറ്റീവ് ഉണ്ടാവും, അതേപോലെ ബിക്കും പോസിറ്റീവ് ഉണ്ടാവുന്ന ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതേപോലെ വേറൊന്നുണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയും. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ അടി, അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പറ്റീഷന്റെ എന്താണ് റിസൾട്ടായിട്ട് എന്ത് പറ്റും? എക്കും നെഗറ്റീവ് വരും, ബിക്കും നെഗറ്റീവ് വരും. എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും എനർജി ലോസ് ഉണ്ടാവും, അതേപോലെ അവർ ഫൈറ്റ് ചെയ്ത് അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ. അടുത്തെന്ന് പറയുന്നത് എന്താണ്? പ്രഡേഷൻ എന്ന് പറയുന്നത്. പ്രഡേറ്റർ പ്രേ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രഡേറ്റർ പ്രേ എന്താണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ ഒരു സംഭവമാണ് പ്രഡേറ്റർ പ്രേ റിലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് പ്രഡേറ്റർ പ്രേ എന്ന് പറയുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ ആണെന്ന്. അപ്പൊ എന്താണ്? പ്രഡേറ്റർ പ്രേയിൽ എന്ത് പറ്റും? ഒരു ഓർഗാനിസത്തിന് നല്ലതും മറ്റേ ഓർഗാനിസത്തിന് നെഗറ്റീവും ഉണ്ടാവും. എന്ന് വെച്ചാൽ ടൈഗറും നമുക്ക് ഡിയറുമായിട്ട് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ടൈഗറും ഡിയറും ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്ന? ടൈഗറിന് എന്തുണ്ടാവും? എനർജി കിട്ടും ഡിയറിനെ കൊന്നിട്ട്. പക്ഷെ ഡിയർ എന്ത് ചെയ്യും? മരിച്ചു പോകും. അപ്പൊ എന്താണ്? നെഗറ്റീവാണ്. അതിന്റെ വേറൊരു ഇതാണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. പ്രഡേറ്റർ പ്രേ റിലേഷൻ പോലെ വേറൊരെണ്ണമാണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഇതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അതിലും എന്തുണ്ടാവും? പോസിറ്റീവും നെഗറ്റീവും. ഓരോ ഓർഗാനിസത്തിന് പോസിറ്റീവ് ഉണ്ടാവും. ഏതാണ്? പാരസൈറ്റിന് ജീവിക്കാനുള്ള സ്ഥലവും എനർജിയും കിട്ടും. പക്ഷെ എന്താണ്? ഈ പാരസൈറ്റ് ഇൻഫെക്ട് ചെയ്യുന്ന ഓർഗാനിസത്തിന് എന്ത് പറ്റും? നെഗറ്റീവാണ്. അതിന് അസുഖങ്ങളും മരിച്ചു പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് പുതിയ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കമൻസെലിസവും അമൻസെലിസവും. കമൻസെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവും മറ്റേ ഓർഗാനിസത്തിന് ഒന്നുമില്ല. അതിനെ പറയുന്ന പേരാണ് കമൻസെലിസം എന്നും. അമൻസെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിന് നെഗറ്റീവും മറ്റേ ഓർഗാനിസത്തിന് ഒന്നുമില്ല. അതിനെ പറയുന്ന പേരാണ് അമൻസെലിസം എന്ന് പറയുന്നത്. ഇത്രയും ബയോട്ടിക് ഇൻട്രാക്ഷൻസിനെ പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ബയോട്ടിക് ഇൻട്രാക്ഷന്റെ പേരാണ് മ്യൂച്വലിസം. നമ്മൾ പറഞ്ഞു മ്യൂച്വലിസം എന്താണ്? മ്യൂച്വൽ ബന്ധം, നല്ല സ്നേഹത്തോടെ പോണ. സിംബയോസിസ് എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്താണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്? മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു രണ്ട് ഓർഗാനിസംസ് നമ്മൾ എടുക്കുന്നു. ഓർഗാനിസം എയും ഓർഗാനിസം ബിയും നമ്മൾ എടുത്തു. ഇതിൻ്റെ അത് എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കിപ്പം എക്സാമ്പിൾസ് വെച്ച് തന്നെ പറയാം. ബീസും ഫ്ലവേഴ്സും നമ്മളാണ് ഈ എക്സാമ്പിൾ എടുത്തത്. ബീസും ഫ്ലവേഴ്സും എടുത്തു നോക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്? ബീസ് എന്ത് ചെയ്യും? തേൻ കുടിക്കാനായിട്ട് ഫ്ലവേഴ്സിലോട്ട് എത്തും. എന്ന് വെച്ചാൽ ബീസ് ഇങ്ങോട്ട് ചെല്ലുന്ന എന്തിനാണ്? ഫുഡിന് വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും? ഫ്ലവേഴ്സ് തേൻ കൊടുക്കും. പക്ഷെ ബീസ് വന്നിട്ട് ഫ്ലവേഴ്സ് ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലവേഴ്സിന്റെ അകത്തുള്ള പോളൻസ് എന്ത് ചെയ്യും? ബീസിന്റെ ദേഹത്ത് പറ്റിയിരിക്കും. ഈ ബീസ് പറന്നു പോണ സ്ഥലത്തെല്ലാം ഈ പോളൻസ് ഇട്ടിട്ട് പോകും. എന്ന് വെച്ചാൽ എക്ക് എന്നുണ്ടെങ്കിൽ ബീസിന് ഫുഡിന് വേണ്ടി വരുന്നു ഫ്ലവേഴ്സിന്റെ അടുത്ത്. ഫുഡ് ഫ്ലവേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു. പക്ഷെ ബീസ് തിരിച്ചു പോണ വഴിക്ക് ഫ്ലവേഴ്സിലുള്ള പോളൻസ് അത് പല സ്ഥലങ്ങളിലും ഇടുന്നു. എന്ന് വെച്ചാൽ ഫ്ലവേഴ്സിന് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്നു ബീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടി സഹായിക്കുന്നു ഫ്ലവേഴ്സ്. എന്ന് വെച്ചാൽ രണ്ടിടത്തും പോസിറ്റീവ്. ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. രണ്ടു പേർക്കും നല്ലതുണ്ടാവുന്നതിനെ പറയുന്ന പേരാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ ഹ്യൂമൻസും ഗട്ട് ബാക്ടീരിയാസും. നമ്മളെ ഗട്ട് ബാക്ടീരിയാസും ഹ്യൂമൻസും എങ്ങനെയാണ്? നമ്മുടെ മനുഷ്യന്റെ വയറ്റിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, നല്ല ബാക്ടീരിയാസിന് വളരാനുള്ള കണ്ടീഷൻ ആര് കൊടുക്കുന്നു? ഹ്യൂമൻസ് കൊടുക്കുന്നു. അതേപോലെ ഹ്യൂമനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ആര്? ബാക്ടീരിയാസ്. അപ്പൊ രണ്ടുപേർക്കും പോസിറ്റീവ്. അതേപോലെ ക്ലൗൺ ഫിഷും സീ അനിമോൺസും ക്ലൗൺ ഫിഷും എങ്ങനെയാണ്? സീ അനിമോൺസിൽ നിന്ന് ഫുഡ് എടുക്കുന്നു ആര്? ക്ലൗൺ ഫിഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു സീ അനിമോൺസ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലൗൺ ഫിഷും സീ അനിമോൺസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് പിക്ചർ പ്ലാന്റും വൂളി ബാറ്റും പിക്ചർ പ്ലാന്റും. അതേപോലെ എന്താണ്? ലിച്ചൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിംഗിൾ ഓർഗാനിസം അല്ല. ഓക്കെ. നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ലിച്ചൻസ് നമ്മുടെ ലൈക്കൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. ഈ ലിച്ചൻസ് എന്ന് പറയുന്നത് എന്താണ്?
ഒരു സിംഗിൾ ഓർഗാനിസം അല്ല. ലിച്ചൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസും അതേപോലെ ആൽഗയുടെയും മ്യൂച്വൽ റിലേഷനെ പറയുന്ന പേരാണ് ലിച്ചൻസ് എന്ന് പറയുന്നത്. മറക്കരുത്, ലിച്ചൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസും ആൽഗയും തമ്മിലുള്ള ബന്ധത്തിനെ പറയുന്ന പേരാണ് ലിച്ചൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫംഗസ് എന്ത് ചെയ്യും? ആൽഗയെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ ആൽഗയ്ക്ക് എന്ത് ചെയ്യും? ഫംഗസിന് ഫുഡ് കൊടുക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസ്റ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വേറുള്ള പല എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും നമുക്ക് നോക്കുമ്പോഴത്തേക്കും മ്യൂച്വലിസം, രണ്ട് ഓർഗാനിസത്തിനും പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മ്യൂച്വലിസം എന്ന് വിളിക്കും. ഓക്കെ, മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഓർഗാനിസത്തിനും, ഓർഗാനിസം എയ്ക്കും ഓർഗാനിസം ബിക്കും പോസിറ്റീവ് ഉണ്ടാവുന്ന ആ സിസ്റ്റത്തെ പറയുന്ന പേരാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കമൻസലിസം നോക്കാം. എന്താണ് കമൻസലിസം? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവും മറ്റേ ഓർഗാനിസത്തിന് ഒന്നും ഇല്ലാത്ത ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് കമൻസലിസം എന്ന് പറയുന്നത്. രണ്ട് സ്പീഷീസോ അല്ലെങ്കിൽ സെയിം സ്പീഷീസിലെ ഓർഗാനിസംസോ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഓർഗാനിസത്തിന് എന്ത് കിട്ടും? നല്ലത് കിട്ടും. മറ്റേ ഓർഗാനിസത്തിന് ഒരു വ്യത്യാസവും ഇല്ല. അതിനെ പറയുന്ന പേരാണ് കമൻസലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മുടെ മാവിലൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ വളർന്നു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? മാവിൽ, മാംഗോ ട്രീയിൽ എന്ത് പറ്റുന്നുണ്ട്? ചെറിയ ചെറിയ ചെടികൾ മാംഗോ ട്രീയിൽ, വലിയ വലിയ മാംഗോ ട്രീകളിൽ നിൽക്കുന്ന നമുക്ക് കാണാറുണ്ട്. അത് മെയിൻ എന്താണ്? കമൻസലിസത്തിന്റെ എക്സാമ്പിൾ ആണ് അതെന്ന് പറയുന്നത്. കാരണം ഈ ചെറിയ ചെടികൾക്ക് എന്ത് കിട്ടും? ന്യൂട്രിയൻസ് മാംഗോ ട്രീയുടെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വലിയ മാങ്ങയുടെ കയ്യിൽ നിന്ന്, മാവിൽ നിന്ന് എന്ത് കിട്ടും? മാംഗോ ട്രീയിൽ നിന്ന് എന്ത് കിട്ടും? ഈ ചെറിയ ചെറിയ ചെടിക്ക് ഷെയ്ഡ്, അതേപോലെ പല ന്യൂട്രിയൻസും കിട്ടും. പക്ഷെ ഈ ചെറിയ ചെടിയിൽ നിന്ന് മാംഗോ ട്രീക്ക് അല്ലെങ്കിൽ മാവിന് എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. കാരണം എന്താണ്? മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രീ ആണ്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ചെടി, ഇത് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എപ്പിഫൈറ്റ്സ് എന്താണ്? അവർക്ക് അതെന്താണ്? പല പ്ലാന്റുകളിലും കയറി വളരുന്നുണ്ട് അല്ലെ? അവർ ന്യൂട്രിയൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. ഈ പ്ലാന്റ് എന്ന് പറയുന്ന ഈ വലിയ ട്രീയുടെ കയ്യിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഈ പ്ലാന്റ് ന്യൂട്രിയൻസ് വലിച്ചെടുത്തെന്ന് പറഞ്ഞ് ഈ വലിയ ട്രീക്കൊന്നും പറ്റത്തില്ല. കാരണം പ്ലാന്റ് വളരെ ചെറുതാണ്. ഈ പ്ലാന്റിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഈ പ്ലാന്റ് കൊടുക്കാറുമുണ്ട്, പക്ഷെ എന്ത് കിട്ടുന്നുണ്ട്? തിരിച്ചൊന്നും കിട്ടാറുമില്ല. അതിനെ പറയുന്ന പേരാണ് കമൻസലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ വേറൊരു ഇതാണ് എന്താണ്? ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസെക്റ്റുകളെ പിടിക്കാൻ വേണ്ടി ആർമി ആൻസിന്റെ കൂടെ പോണത്. ആർമി ആൻസിന്റെ പിറകെ എന്ത് ചെയ്യും? ബേർഡ്സ് പോകും. അപ്പൊ ഈ ആർമി ആൻസ് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? വേറുള്ള ഇൻസെക്റ്റുകൾ ചാടി ഇറങ്ങി വെളിയിൽ പോകും. അപ്പൊ എന്ത് ചെയ്യും? ഈ ബേർഡ്സ് തന്നെ തിന്നും. ഇതുകൊണ്ട് ആർമി ആൻസിന് വല്ല ഉപയോഗമുണ്ടോ? ഇല്ല. പക്ഷെ ബേർഡ്സിന് എന്ത് കിട്ടുന്നുണ്ട്? ഫുഡ് കിട്ടുന്നുണ്ട്. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമൻസലിസം എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോൾ പശു പോച്ച തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൊക്കുകൾ സൈഡിൽ നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. മെയിൻ റീസൺ എന്താണ്? പശു പോച്ച തിന്നുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പുല്ല് തിന്നുമ്പോഴത്തേക്ക് ഈ ഇൻസെക്റ്റുകൾ ചാടി വെളിയിറങ്ങും. അതിനെ തിന്നാൻ വേണ്ടിയാണ് കൊക്കുകൾ വന്ന് ചുറ്റും നിൽക്കുന്നത്. ഇതുകൊണ്ട് പശുവിന് വല്ല ഉപയോഗമുണ്ടോ? ഇല്ല. പശുവിന് എന്താണ്? പശു ഇപ്പം ഈ കാക്ക അല്ലെങ്കിൽ കൊക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുല്ല് തിന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ എന്ത് പറയും? ഈ റിലേഷനെ കമൻസലിസം എന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് അമൻസലിസം. നമ്മൾ പറഞ്ഞു അമൻസലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു കമൻസലിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവും സീറോയും. ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവും ഒരു ഓർഗാനിസത്തിന് നെഗറ്റീവും. അല്ല, ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവും ഒരു ഓർഗാനിസത്തിന് ഒന്നുമില്ല. അതിനെ പറയുന്ന പേരാണ് കമൻസലിസം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഓർഗാനിസത്തിന് നെഗറ്റീവും മറ്റേ ഓർഗാനിസത്തിന് ഒന്നുമില്ല. ഈ സിസ്റ്റത്തെ പറയുന്ന പേരാണ് അമൻസലിസം എന്ന് പറയുന്നത്. ഓക്കെ, അമൻസലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നോക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പശു കൊക്കിന്റെ ആ സിറ്റുവേഷൻ, അത് നമ്മൾ പശുവും ഇൻസെക്റ്റുമായിട്ട് നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ഗോട്ടും ഇൻസെക്റ്റുമായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പൊ എന്താണ്? യഥാർത്ഥമായിട്ട് പുല്ല് തിന്നുകൊണ്ട് പോവുകയാണ് ആര്? ഗോട്ടെന്ന് പറയുന്ന. ഗോട്ടിന് ഇൻസെക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഈ പുല്ല് തിന്നുമ്പോഴത്തേക്ക് ഈ ഇൻസെക്റ്റുകൾ എന്ത് ചെയ്യും? വെളിയിലോട്ട് ചാടും. ഇതിനെ ആര് തിന്നും? ബേർഡ്സ് തിന്നും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓർഗാനിസത്തിന് നെഗറ്റീവ് ഉണ്ടാവുന്നു, പക്ഷെ മറ്റേ ഓർഗാനിസം ഗോട്ടിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നുമില്ല. ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് അമൻസലിസം എന്ന് പറയുന്നത്. അമൻസലിസവും കമൻസലിസവും തിരിഞ്ഞു പോകരുത്. കമൻസലിസം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവും സീറോയും. അമൻസലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവും സീറോയും. ഓക്കെ, വേറെ എക്സാമ്പിൾ ആണ് പെൻസിലിയും ബാക്ടീരിയയും തമ്മിൽ. നമ്മൾക്കിപ്പം എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മരുന്ന് കഴിക്കും. ഈ മരുന്നിന്റെ എക്സാമ്പിൾ ആണ് പെൻസിലിയം എന്ന് പറയുന്നത്. അപ്പൊ പെൻസിലിയം കഴിക്കുമ്പോൾ എന്ത് പറ്റും? ബാക്ടീരിയാസ് ചത്തുപോകും. പക്ഷെ പെൻസിലിയത്തിനുള്ള ഉപയോഗമുണ്ടോ? ഇല്ല. പെൻസിലിയം എന്ന് പറയുന്നത് എന്താണ്? ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണ്? പെൻസിലിയം ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ അമൻസലിസത്തിന് എക്സാമ്പിൾ ആണ് പെൻസിലിയം ബാക്ടീരിയ എന്ന് പറയുന്നത്. അടുത്തയാണ് പ്രഡേഷനും പാരസൈറ്റിസവും. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഡേഷനും പാരസൈറ്റിസവും സിമ്പിൾ ആണ്. എന്താണ്? രണ്ടും ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണ് പ്രഡേഷൻ
ആൻഡ് പാരസൈറ്റിസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം പ്രഡേഷനും പാരസൈറ്റിസം തമ്മിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. രണ്ടും ഒരേപോലെ തന്നെയാണ്. എന്താണ്, രണ്ടിനും എന്ത് പറ്റും, ഒരു ഓർഗാനിസത്തിന് നല്ലതും ഒരു ഓർഗാനിസത്തിനും മോശവും പറ്റും. ആ സിറ്റുവേഷനാണ് പ്രഡേഷനും പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിളാണ്. പ്രഡേഷനും പാരസൈറ്റിസം തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രഡേഷനിൽ മെയിൻ ആയിട്ടും പ്രേ എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. പാരസൈറ്റിസത്തിൽ എന്താണില്ല, കില്ലിങ് നടക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്താണ്, ചില സമയത്ത് പാരസൈറ്റിസത്തിൽ മരണം സംഭവിക്കുന്നുണ്ടെങ്കിലും ഡെത്ത് ആവുന്നുണ്ടെങ്കിലും എന്താണ്, പാരസൈറ്റിസം എന്ത് ചെയ്യുന്നില്ല, കില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. പക്ഷെ പ്രഡേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, കില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ പ്രേ എന്ത് ചെയ്യും, കൊല്ലും. എക്സാമ്പിൾ ആണ് ലയണും ഡിയറും. ഇപ്പൊ ഡിയറിന്റെ കാല് മാത്രം കഴിച്ചിട്ട് ലയൺ വിടത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഡിയറിനെ ഫുൾ കൊന്നിട്ടാണ്, അതിന്റെ പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ കാട്ടുപോത്തിനെ കൊന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലയൺ തിന്നുന്നത്. പക്ഷേ കൊതുവും മനുഷ്യന്റെ രക്തം കുടിക്കുന്നു. അതെന്ന് പറയുന്നത് എന്താണ്, പ്രഡേഷൻ എക്സാമ്പിൾ ആണ്. മനുഷ്യന്റെ രക്തം കുടിച്ച് കൊല്ലുന്നുണ്ടോ കൊതു? ഇല്ല. ഇത് രണ്ടുമാണ് പ്രഡേഷനും പാരസൈറ്റിസവും തമ്മിലുള്ള മെയിൻ ഇതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, പ്രഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളാണ്. പ്രഡേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താണ്, ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിനെ കൊല്ലുന്നു, അതിനെ പറയുന്ന പേരാണ് പ്രഡേഷൻ എന്ന് പറയുന്നത്. പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്, പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഫെക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിന്റെ പ്രേയെ അതെന്ത് ചെയ്യുന്നില്ല, കൊല്ലുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. എക്സാമ്പിൾ ആണ് മൊസ്കിറ്റോ ബൈറ്റും ഹ്യൂമൻസും തമ്മിലുള്ളത്. പ്രഡേഷൻ എക്സാമ്പിൾ ആണ് ലയണും കാട്ടുപോത്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവും മറ്റേ ഓർഗാനിസത്തിന് നെഗറ്റീവും ഉണ്ടാവുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്താ പറയുന്ന പ്രഡേഷൻ അല്ലെങ്കിൽ പാരസൈറ്റിസം. രണ്ടും എന്താണ്, ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവും മറ്റേ ഓർഗാനിസത്തിന് നെഗറ്റീവും ഉണ്ടാവും. അടുത്തയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എന്താണ് കോമ്പറ്റീഷൻ? അതാണ്ട് പിക്ചറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് സപ്ലൈക്ക് വേണ്ടിയുള്ള അടി, അതിനെ പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. എന്ത് പറ്റും, മഞ്ഞ കളറിലുള്ള ബേർഡ്സും ചുവപ്പ് കളറിലുള്ള ബേർഡ്സും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ഡ്സിന് വേണ്ടിയുള്ള ഫൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ആദ്യം മഞ്ഞ കളറിലുള്ള ബേർഡ്സ് വന്ന് ഇരുന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, ചുവപ്പ് കളറിലുള്ള ബേർഡ്സ് വന്ന് അടിയുണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, ചുവപ്പ് കളറിലുള്ള ബേർഡ്സ് കയറിയിരുന്നു. അപ്പോൾ എന്ത് പറ്റും, മഞ്ഞ കളറിലുള്ള ബേർഡ്സിന് ഷെയ്ഡ് കിട്ടത്തില്ല. ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും, രണ്ടു പേർക്ക് നെഗറ്റീവ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഫൈറ്റിനിടയിൽ ഈ ചുവപ്പ് കളറിലുള്ള ബേർഡ്സിന് എന്ത് പറ്റും, എന്താണ്, ഇഞ്ചുറീസ് പറ്റാം. അതേപോലെ ഈ മഞ്ഞ കളറിലുള്ള ബേർഡ്സ് വേണമെങ്കിൽ പിന്നെയും തിരിച്ചു വരാം. അപ്പോൾ എന്ത് പറ്റും, ചുവപ്പ് കളറിലുള്ള ബേർഡ്സ് മാറണം. എന്ന് വെച്ചാൽ രണ്ടു പേർക്ക് നെഗറ്റീവ് ഉണ്ടാവുന്ന ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ലിമിറ്റഡ് സപ്ലൈക്ക് വേണ്ടിയുള്ള അടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സ്വന്തം സ്പീഷീസിലുള്ള ഓർഗാനിസംസും ആവാം, ഇൻട്രാ സ്പീഷീസും ആവാം, ഇന്റർ സ്പീഷീസും ആവാം. എന്ന് വെച്ചാൽ വേറുള്ള സ്പീഷീസിൽ നിന്നും അടിയാവാം, അതേപോലെ സ്വന്തം സ്പീഷീസിന് വേണ്ടിയും ഉള്ളിലും അടിയാവാം. അതിനെ പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഓർഗാനിസത്തിനും എക്കും ബിക്കും നെഗറ്റീവ് സംഭവിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും പഠിച്ചത് എന്തൊക്കെയാണ്, ബയോട്ടിക് ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ അവസാനം നോക്കിയത്. അതേപോലെ നമ്മൾ എന്ത് നോക്കി, എക്കോളജിക്കൽ പിരമിഡ്സും നമ്മൾ നോക്കി. അതോടെ എക്കോളജിക്കൽ പിരമിഡ് നോക്കി കഴിഞ്ഞതോടെ എനർജി ഫ്ലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ന്യൂട്രിയന്റ് സൈക്കിൾസിനെ പറ്റി നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച എന്താണ് ബയോട്ടിക് ഇന്ററാക്ഷൻസിനെ പറ്റിയാണ്. 6 ബയോട്ടിക് ഇന്ററാക്ഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. അമൻസലിസം, കമൻസലിസം, പ്രഡേഷൻ, പാരസൈറ്റിസം, കോമ്പറ്റീഷൻ, അതേപോലെ മ്യൂച്വലിസം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രിയന്റ് സൈക്ലിങ്ങും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, എക്കോളജിക്കൽ സക്സഷൻ എന്നീ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും.